kickstart another beautiful evening. Here is ITL World Junior Idol Season 2. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ITL World Junior Idol Season 2ന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. So let's begin the competition, but before that, let's welcome our favorite judging panel. First of all, I would like to welcome Biji Bal, Rimi Tommy, and Anup Shankar. ITL World Junior Idol Season 2ന്റെ ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം കൃഷ്ണേന്ദു ഫ്രം തൃശൂർ. ഒരു സിംഗർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പാട്ട് എന്താണ് ആ പാട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പാട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞ സിംഗറിന്റെ ധർമ്മം. ഹീറോ തൂ മേരാ ഹീറോ ഹേ വില്ലൻ ജൈസാ കാം ന കർ. അങ്ങനെ കുറച്ചുകൂടെ ഒരു പ്ലസന്റ് ആയാൽ മതി. ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരു പെൺകുട്ടി ഈ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് പാടുക എന്നുള്ള ഒരു കാര്യം, ദാറ്റ്സ് സംതിങ് റിയൽ ഗുഡ്. കൃഷ്ണേന്ദു, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇത് സെക്കൻഡ് റൗണ്ട് ആണ്. സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ടിൽ ഏതാണ് മോളുടെ ഫേവറേറ്റ് സോങ്? പൊട്ടാത്ത പൊന്നിൻ ഭാർഗവി നില സിനിമയിലെ. ഓക്കെ, അതിലെ സോങ് ആണ് മോളുടെ ഫേവറേറ്റ് സോങ്. അതാണ് ഇവിടെ പാടാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഫേവറേറ്റ് സോങ് ഫേവറേറ്റ് ആക്കി തന്നെ പാടാം. എല്ലാവർക്കും ഫേവറേറ്റ് ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. പട്ടു
ഞാൻ. മോളു നന്നായിരുന്നു. Thank you. നമ്മളൊക്കെ ഇങ്ങനെ കരഞ്ഞുപോയി. നല്ല ഫീൽ ഉണ്ടായിരുന്നു Thank കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ, ഐ സ്റ്റാർട്ട് വിത്ത് അനുവേട്ട്. മോളെ, മലയാളികളുടെ മനസ്സിൽ എന്നുമുള്ള നല്ല ഒരു ഗാനം അസലായിട്ട് പാടി മോളെ. വെരി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഗുഡ്. അതിലൊരു ഇമോഷൻ കോഷ്യന്റ് എന്ന് പറയും. അതിലൊരു എന്താ പറയാ, ഒരു വികാര സാന്ദ്രത എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അത് ഭയങ്കരമായിട്ട് മോള് കൺവേ ചെയ്തു. നല്ല മോളുടെ ശബ്ദത്തിൽ തന്നെ ആ ഒരു ഫീൽ ഉണ്ട്. അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് കൺവേ ചെയ്തു. ഫസ്റ്റ് പൊട്ടാത്ത പൊന്നിൻ കിനാവിൻ്റെ പ്ലാൻ ശരിയായില്ല. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും. ബട്ട് സ്റ്റിൽ എൻ ജീവ എന്ന് പറയുന്ന പോർഷനിലെ പ്രശ്നം കാണുമോ ഞാൻ, ഈ സ്ഥലത്താണ് 3 സ്ഥലങ്ങളിലാണ് പ്രോബ്ലം വന്നത്. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു പ്രതീതി ഈ പാട്ടിലൂടെ മോൾക്ക്, ഈ പാട്ട് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് സമ്മാനിക്കാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു ദ മേക്കേഴ്സ് ഇൻക്ലൂഡിങ് ആരാണ് ചെയ്തത് പാട്ട്? ബാബുരാജിക്കാണോ? ബാബുക്കയാണ്, ഉറപ്പാണ് അല്ലേ? യെസ്, ഇന്ത്യയുടെ ഇറ്റ്സ് ബാബുക്ക. ഭാസ്കരൻ മാസ്റ്റർ വരികൾ അല്ലേ പാടിയത്? പാടിയത് ജാനകി എസ്. ജാനകി എസ്ഒ ജാനകി. അങ്ങനെ എസ് ജാനകി. ഓക്കെ, ഞാൻ പുതിയ ഗായിക ആരെങ്കിലും വിചാരിച്ചു. ജാനകിയമ്മ പാടിയ പാട്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. റിമി ചേച്ചി ആദ്യമായിട്ടാണ് കേട്ടോ ജാനകി എസ് എന്നുള്ളൊരു പേര്. ഇനി ചിത്ര ചേച്ചീനെ എങ്ങനെ വിളിക്കുന്നത്? ചിത്ര കെ എസ് എന്നോ? KS ചിത്ര. മോളെ, നല്ലൊരു സോങ് സെലക്ഷൻ. ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ഇതിലെ എല്ലാ പാട്ടും തന്നെ ആ സമയത്തെ എന്താ പറയുക, ഭയങ്കര ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ഇതിൽ 5 പാട്ടുണ്ട്, 5 പാട്ടും ഹിറ്റായിരുന്നു എന്നൊക്കെ എൻ്റെ മമ്മിയുടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇവർ. ആ തലമുറയ്ക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടുകൾ. ഇന്നത്തെ തലമുറയായ നിങ്ങളും ഇത്ര ഫീല് കൊടുത്ത് കീബോർഡ് വായിക്കുന്ന മോഹൻചേട്ടൻ വരെ പാടിക്കഴിഞ്ഞ് ഇങ്ങനെ കാണിച്ചില്ല. അതൊക്കെ അങ്ങനെ എപ്പോഴും എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ അവരൊക്കെ പഴയ പാട്ടുകൾ ഏതൊരു 100 ഒരു 1000 പാട്ട് മോഹൻചേട്ടൻ കാണാണ്ട് ബൈഹാർട്ടായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു കീബോർഡിസ്റ്റാണ് മോഹൻചേട്ടൻ. അപ്പോൾ അവരൊക്കെ ഒരു പഴയ പാട്ട് നന്നായി പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങളിവിടെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. നല്ല രസമുണ്ടായിരുന്നു. പ്രകടമായ 3 പ്രശ്നങ്ങൾ മൂക്കത്തൊണ്ടേന്ന് അപ്പ് സ്ലിപ്പായി പോയ കാര്യങ്ങൾ അനുവേട്ടൻ പറഞ്ഞ പോലെ അതിപ്പോൾ സംഭവിക്കാം. പിന്നെ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയ വേറൊന്നുമല്ല, ആ സ്ലിപ്പായ ഉടനെ ഒരു കരച്ചിലങ്ങ് തുടങ്ങി. പിന്നെ മനസ്സിലായ പാട്ടിൽ അങ്ങനെ ഉള്ള കരച്ചിലാന്ന്. ഞാനോർത്ത ഇത് ദൈവമേ, എന്ന് പാടിക്കൊണ്ട് നന്നായിട്ട് കരഞ്ഞുകൊണ്ട് നന്നായി പാടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതൊക്കെ കലക്കിട്ടെ. എങ്ങനെ കരഞ്ഞത് കഴിപ്പിച്ചത്? മരണം മാടി വിളിക്കുന്നതിൻ മുമ്പിൽ കരളിന്റെ ദേവനെ കാണുമോ ഞാൻ. കരളിന്റെ അതൊന്നും അല്ലായിരുന്നു. ഇതിനു മുമ്പ് നല്ല ഒന്നാന്തരമായിട്ട് കരഞ്ഞത്. ശരി ശരി, ഓക്കെ. പക്ഷെ എന്തോ അസലായിട്ട് പാടി കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ലെജൻഡറി ഫിലിമാണ് ശരി ഭാർഗവി നിലയം. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസ എഴുത്തുകാരൻ്റെ എഴുത്താണ് പടം. വിൻസെൻ്റ് മാഷിൻ്റെ സംവിധാനം, ബാബുരാജ് പി ഭാസ്കരൻ മാഷിൻ്റെ കോമ്പിനേഷൻ, അതുപോലെ ജാനകിയമ്മ പാടിയത്. താമസമെന്തേ വരുവാനൊക്കെ ഇതിലെ പാട്ടാണ്. നന്നായിട്ട് പാടി മോളെ കേട്ടോ. 1-2 ഇപ്പൊ പറഞ്ഞ സ്ലിപ്പുകൾ ഒഴിവാക്കിയാൽ അസലായിട്ട് പാടി കേട്ടോ. വേറെ ഒന്നും അധികമായിട്ട് പറയാനില്ല. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. അപ്പൊ നമ്മുടെ 3 ജഡ്ജസിന്റെ കമന്റ്സ് കേട്ടല്ലോ. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, ഔട്ട് ഓഫ് 30 അനുവേട്ടാ മോളെ 26 ഔട്ട് ഓഫ് 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ്, പ്രസന്റേഷൻ നന്നായിരുന്നു. 3.25 ഔട്ട് ഓഫ് 4. താങ്ക് യു ചേട്ടാ. റിമി ചേച്ചി 26.5. നല്ല എക്സ്പ്രഷൻ, നല്ല ഫീൽ ഉണ്ടായിരുന്നു മോളുടെ പാട്ടില്. അതുകൊണ്ട് 3-ലെ 2.5. 2.5 on 3. ബി ചേട്ടാ 26.25 and expression 2.5. Nice score. Your total score is 87 on 100. ഒരു നല്ല സ്കോർ ആണ്. പ്രീവിയസ് റൗണ്ടിന് 85.5. ഓക്കെ, കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിലും ഇംപ്രൂവ് ചെയ്ത് 90s ഒക്കെ മേടിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. मेरी ख्वाबों में तू, मेरी सांसों में तू, मेरी बाहों में तू,
ഒരു സാഹിത്യം മനസ്സിലാക്കി നമ്മൾ പാടുക കേട്ടോ. ഒരു പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സാഹിത്യം നോക്കുക, അതിന്റെ അർത്ഥം അറിയാവുന്നത് പോലെ. ആരാവാനാണ് ആഗ്രഹം അത് പറ. കാരണം ഈ പെർഫോമൻസ് കണ്ടു മിക്കാറും ഒരു സിനിമാ നടിയുടെ ഒക്കെ ലുക്ക് ഉണ്ട്. കണ്ടുമടുത്ത ഒരു പാറ്റേണിൽ നിന്ന് മാറി ചിന്തിച്ചു, അതിനാണ് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. Jai Hind TV, for the family, for the nation. Let's welcome our next contestant to the stage. Style and attitude round il perform cheyanettunnu Nima. Let's welcome Nima. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ലോണം പ്രസന്റ് ചെയ്യാൻ അറിയാം. Nima, ചേച്ചി, looking so beautiful. താങ്ക് യു. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ ഗുപ്തിലെ മേരെ ഹാബോ മേ തും മേരെ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ സെക്കൻഡ് പെർഫോമൻസ് ആണ്. തകർക്കണം, നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ख्वाबों में तू, मेरी सांसों में तू, मेरी
तुझको कोई गीत में बना लो, अपने होठों पे सजा लो, जिन चाहे जब गुनगुना लो, तुझको मन का मीत में बना लो, अपनी पलकों पे बिठा लो, हाँ दिल चाहे जब मैं बुला लो, हुस्न का मैं बुला, आशिक है मेरा नाम, इश्क आज़ाद नहीं बड़ा मुश्किल है काम, मेरे ख्वाबों में तू, मेरी सांसों में तू, मेरे बाहों में तू, दिल की राहों में तू, रात दिन सुबह शाम लेके तेरा नाम, मेरे दिल ने किए तुझे लाखों सलाम। ഒരു പാട്ട് പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും സാഹിത്യം നോക്കുക, അതിന്റെ അർത്ഥം അറിയാവുന്നത് പോലെ. നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷയാണെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക. മേരി സാസ് തനന തരരാരാരര. ഒരു കുറച്ച് പവർ ആവാം. പിന്നെ മോള് ശ്രുതി കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. പാട്ടിന് പെർഫോം ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിൽ ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നൊരു ആഗ്രഹമുണ്ട്. അത് നല്ല കാര്യം. दिल में रख लेना इसे, हाथों के टूटे ना कहीं, गीत ना रुक है मेरा, शीशे के भी टूटे ना कहीं। Junior Idol, Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. Ideal World Junior Idol Season 2. നിമ ചേച്ചി നന്നായിരുന്നു. ഈ ഹാറ്റും കൂടെ വെച്ചപ്പോ ഒന്നുകൂടെ ഭംഗി വെച്ചു. താങ്ക് യു. നന്നായിരുന്നു. നല്ല പെർഫോമൻസ്. അവിടെയൊക്കെ പോയി പെർഫോം ചെയ്തു അല്ലേ? ഇനി ഈ ഹാറ്റ് എനിക്ക് തരും. താങ്ക് യു. ഞാൻ എടുത്തോട്ടെ? ആ എടുത്തോ. ഓക്കെ, നമുക്ക് കമന്റ്സ് അറിയാം. ജഡ്ജസ്, നിമ സർ നന്നായിട്ടുണ്ട് മോളെ. നല്ല നല്ല പാട്ടുമാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ്സിലൊരു കുട്ടി പാടി, അതുപോലെ ഒരു ടിപ്പിക്കൽ ഹിന്ദി നമ്പറാണ്. ഗുപ്ത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഗുപ്ത് ഇറങ്ങിയത്. ഒരുപാട് പിള്ളേർ ക്ലാസ് കിട്ടിയത് ആ പടത്തിന് പോയിരുന്നു. നല്ല പാട്ടാണ്, നല്ല പ്രസൻറ്റേഷൻ. പിന്നെ എനിക്ക് കുറച്ച് ഫ്ലോസ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എല്ലാ ഏരിയകളിലും ഇപ്പോൾ സുബഹോ ശ്യാം എന്നാണ്, ഷാ എന്ന് അങ്ങനെയാണോ മോള് പാടിയ? സുബഹോ ഷാ. ഞാൻ പാടി സുബഹ് ഷാ. സുബഹോ ശ്യാം എന്നാണ്. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, മോർണിംഗ്. ശ്യാം എന്ന് പറഞ്ഞാൽ ഈവനിങ്. ശ്യാം എന്നാണ്, ഷാ എന്നല്ല. ഒരു സൗണ്ടിങ് ആയിട്ടല്ല ഒരു വാക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ആ വാക്ക് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണത്, എന്ത് വാക്കാണത് എന്ന്. നമ്മൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമ്മളൊരു പടം വരയ്ക്കുന്ന പോലെ അല്ലല്ലോ ലെറ്റർ എഴുതുന്നത്, അല്ലേ? നമ്മൾ ലെറ്റർ എന്താന്ന് എ അല്ലെങ്കിൽ ആ എന്നെഴുതുന്നത് ആ അതാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ. ഒരു ആനയെ വരയ്ക്കുന്ന പോലെ നോക്കി ഇത് ഇങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ. അതുപോലെയാണ് ഒരു സാഹിത്യം മനസ്സിലാക്കി നമ്മൾ പാടുക കേട്ടോ. ഒരു പാട്ട് പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും സാഹിത്യം നോക്കുക, അതിൻ്റെ അർത്ഥം അറിയാവുന്നത് പോലെ. നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷയാണെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക. സ്കൂളിലെ ടീച്ചേഴ്സിനോടോ അച്ഛനോടോ അമ്മോടോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒക്കെ അറിയാവുന്ന, തമിഴൊക്കെ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അത് സാഹിത്യത്തിലുള്ള ഇത്. പിന്നെ മൊത്തത്തിൽ കുറച്ചുകൂടി സ്റ്റഡി ആവേണ്ട, കുറച്ചുകൂടി എനർജി വേണം, കുറച്ചും സ്റ്റഡിനെസ് വേണം ശ്രുതിയിലൊക്കെ. അത്തരം കുറച്ച് കാര്യങ്ങളിൽ ആണ് ശ്രദ്ധിക്കേണ്ടത്.
അത് മോള് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മോശമല്ല, നന്നായിട്ട് പാടുകയും ചെയ്തു മോള് കേട്ടോ. ശ്രദ്ധിക്കും. നിമ ചേച്ചി ആരെങ്കിലും വല്ല സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചോ? ഇല്ല. ഇതിനു മുമ്പ് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ അധികം നാളായിട്ടില്ല. അങ്ങനെ അഭിനയിക്കാൻ വിളിച്ചാൽ പോകുമോ? അതെയോ പാട്ട് തന്നെ മതി, ഞാനൊരു പാട്ടുകാരിയായി ഇരിക്കാനാണ് എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവോ? അങ്ങനെ ഇരിക്കും. ആരാവാനാണ് ആഗ്രഹം അത് പറ. കാരണം ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഒരു സിനിമാ നടിയുടെ ഒക്കെ ലുക്ക് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു സിംഗർ ആവാനാണ് ഇഷ്ടം. അങ്ങനെയാണോ പറയാൻ പോകുന്നത്? അഭിനയിക്കാൻ ചാൻസ് വന്നാൽ വേണ്ടെന്ന് തന്നെ പറയും അല്ലേ? പറ്റുമെങ്കിൽ ചെയ്യും. പറ്റുമോ? അങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റുമോന്ന് അറിയില്ല, പരമാവധി ശ്രമിക്കുമെന്ന് അല്ലേ? എന്തായാലും മോളെ രസമുണ്ടായിരുന്നു. ഈ കൊറിയോഗ്രഫി പെട്ടെന്ന് ഭരതനാട്യം വന്നപ്പോൾ നമ്മൾ ഓർത്ത് ഇത് എന്താണ് ഈ പാട്ടിൽ തെറ്റി കയറി വന്നാണോ ഈ വഴി ഇങ്ങനെ പോയപ്പാ അടുത്ത ഡാൻസ് ഓക്കെ മാറി. അവർ കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ആ പാട്ടല്ലല്ലോ, അങ്ങനെ വിചാരിച്ചൊന്നല്ലല്ലോ അല്ലേ? എനിക്ക് എൻ്റെ പരിചയ സുഹൃത്തു കൂടിയാണ് നിയാസ് ആണ് ഇതിന്റെ കൊറിയോഗ്രാഫർ. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഇതുണ്ടായിരുന്നു. പാട്ട് മോളെ ബീച്ചേട്ടൻ പറഞ്ഞതുപോലെ എനർജി കുറച്ചുകൂടെ വേണം. മോള് സംസാരിക്കുന്ന തന്നെ ഒരു ഇല്ല കുഴപ്പമില്ല, അതുകൊണ്ടായിരിക്കും ആ ഒരു ലെവലിലായിരിക്കും മോള് പാടിയപ്പോഴത്തേക്കും അത്ര ഒരു ഇത് വന്നുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ മേരി ഒരു കുറച്ച് പവർ ആവാം. പിന്നെ മോള് ശ്രുതി കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. ഗുഡ് ലക്ക്. നിമ അഗെയിൻ ഒരു നല്ല പാട്ട്, നല്ലൊരു പ്യുവർ പെർഫോമൻസ് നമ്പർ മോളെ കൊണ്ട് ആവുന്ന രീതിയിൽ ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ മോൾക്ക് ആ ഒരു പാട്ടിന് പെർഫോം ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിൽ ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നല്ല കാര്യം. ഇറങ്ങി വന്ന് പെർഫോം ചെയ്തൊക്കെയും ബീങ് എ ഫസ്റ്റ് പെർഫോമൻസ് അത് വളരെ അപ്രീഷിയബിൾ ആയിട്ടൊരു കാര്യമാണ്. ആൻഡ് പാട്ട് മോളുടെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ട്രൈ ചെയ്തു. ചെറിയ സജഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പിച്ച് ഇടയ്ക്ക് ഷാർപ്പാവുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ മേരെ ഖാബോ മേ തൂ മേരി സാസോ മേ തൂ ദിൽക്ക് ആ തൂൻ്റെ നോട്ട് എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നടുവിൽ വരുന്നത് ഹുസ്നാണ്. ചേട്ടൻ കുറേ ബി ചേട്ടൻ സജഷൻസ് പറഞ്ഞു. ഉസ്നല്ല, ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ചുണ്ടിനെ, ചുണ്ട് ചിരി, അതുമായി ബന്ധപ്പെട്ട വാക്കാണ് ഹുസ്ൻ എന്ന വാക്ക്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഈ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഈ തൂ എന്ന് പറഞ്ഞ നോട്ട് മാറുന്ന ഒരു ചെറിയ ടെൻഡൻസി ഉണ്ട്. റെസ്റ്റ് എവറിത്തിങ് വാസ് വെരി പ്ലസന്റ്. കൊറിയോഗ്രാഫേഴ്സും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ചെയ്തു. ഈ കണ്ടുമടുത്ത ഒരു പാറ്റേണിൽ നിന്ന് മാറി ചിന്തിച്ചു. അതിനാണ് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. മൈക്കൽ ജാക്സൺ, ഓഫ് കോഴ്സ് സെമി ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആൻഡ് മോളും അവരെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് പെർഫോം ചെയ്തു. ഗുഡ് ലക്ക്, ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ മേഘന, ഈ വന്നിരിക്കുന്ന കുട്ടികളുടെ എല്ലാ മാതാപിതാക്കൾക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അല്ലെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഇത്രയും കഷ്ടപ്പെട്ട തിരുവനന്തപുരത്ത് പലരും കാസർഗോഡെന്നും കോഴിക്കോടെന്നും പാലക്കാടെന്നും കോതമംഗലത്തുനിന്നും അങ്ങ് കട്ടപ്പനയെന്ന് പറയുന്ന ആൾക്കാർ വന്നേക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ ജോലിക്കാരാണ്. ആ ജോലിയെല്ലാം മാറ്റിവെച്ച് അവർ ഇവർക്ക് വേണ്ടി ഇത്രയും ദിവസം ഒരാഴ്ചക്കാലം തന്നെ ചിലപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ജോലി പോലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവരുടെ വിചാരം ഞങ്ങൾക്ക് ജോലി ഇല്ലേലും സാരമില്ല, ഞങ്ങളുടെ മക്കളത് ടി വിയിൽ വരട്ടെ, അവരൊന്ന് പാടട്ടെ, അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന് വിളിച്ചോതിക്കൊണ്ടാണ് അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. ഇനി പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അറിയാം ഈ താങ്ക്സ് ഒക്കെ അല്ലേ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നിമ, കമന്റ്സ് കേട്ടല്ലോ? ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ? പെർഫോമൻസ് റൗണ്ടിൽ ഫസ്റ്റ് വൺ ആണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത സ്റ്റേജിൽ ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം. ആരെടുത്ത് ചോദിക്കണം? റിമി ചേച്ചി ഔട്ട് ഓഫ് 30. അനുപേട്ടൻ പറയട്ടെ, നോക്കാലോ അറിയാവുന്ന മാർക്ക്. അതെ മോളെ, എൻ്റെ മാർക്ക് 25 ഔട്ട് ഓഫ് 30. അതുപോലെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് അത് മോളുടെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് 3.5 ഔട്ട് ഓഫ് 4. താങ്ക് യു അനുപേട്ട. റിമി ചേച്ചി? എന്റെയും 25 ആൻഡ് ഔട്ട് ഓഫ് 3. എക്സ്പ്രഷന്റെ മാർക്ക്, സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ്, പെർഫോമൻസിന് മോക്ക് നല്ല മാർക്ക് കിട്ടി. എക്സ്പ്രഷൻ കുറച്ചുകൂടി ആവാം. മനസ്സിലായാലും മോക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വന്നതെന്ന്. അതുകൊണ്ട് 3-ൽ ഇപ്പോൾ 2. താങ്ക് യു ചേച്ചി. ബിച്ചേട്ടാ? നിമ 25 ഔട്ട് ഓഫ് 30 ആൻഡ് 2 ഔട്ട് ഓഫ് 3. Thank you judges. Nima, your total score is 82.5 on 100. Nima, previous score എത്രയായിരുന്നു? 82 ആണ്. 82 ആണ്, പേടിക്കണ്ട. വീട്ടിൽ പോയി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത്
കുറെ എനർജി, നല്ല എനർജി കൊണ്ട് അടുത്ത സ്റ്റേജിൽ വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ITL World Junior Idol Season 1 കണ്ടസ്റ്റന്റ് ആയ സജ്ന സെക്രിയ ഓൺ ടു ദി സ്റ്റേജ്. जलते हैं जिसके लिए तेरी आँखों के दिए ढूलाया हो वही गीत में तेरे लिए जलते हैं जिसके അങ്ങനെ സംഗീത സാന്ദ്രമായ മറ്റൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് നല്ല നല്ല പുതുമകളോടെ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. സോ കീപ് വാച്ചിങ് ITL World Junior Idol Season 2 only on Jai Hind. Take care and bye bye. चाहूंगा मैं तुझे साँझ सवेरे फिर भी कभी अब नाम को तेरे आवाज़. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അത് പാടിയതിന് വളരെ നന്ദി. देख मुझे सब है पता सुनता है तू मन की सदा. ഭയങ്കര ഫീലുള്ള സിംഗേഴ്സ് ആയിട്ടുള്ള ജനിക്കുന്നത്. ഫീലിൻ്റെ ഒരു എലമെന്റ് നമ്മൾ കേട്ട് പലതരത്തിലുള്ള പാട്ട് കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് അത് കൂടുന്നത്. जवानी जानी मन हसीन दिल रुबा मिले तो दिल जवा निसार हो गया जवानी जानी मन. ഈ പാട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരാളും ഇത്ര ഭംഗിയായിട്ട് പാടാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. आई आई दूर से देखो देखो दिल रुबा
എനിക്ക് ഈ പാട്ട് മോളിലല്ലാതെ ഇവിടെ ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ശബ്ദത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ആപ്റ്റ് ആയിരുന്നു മോളുടെ സിംഗിങ്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ടോട്ടലി ഗ്രേറ്റ്. ബ്യൂട്ടിഫുൾ സോങ്. ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്ന് പാടിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഒരു മൂഡിനെ കുറിച്ചാണ് പാടുന്നതെന്ന് മനസ്സിലാക്കി അത് പ്രസന്റ് ചെയ്യണം. ദാസർ പാടിയ ഒരു പാട്ടാണ്. അതിൽ ഒരുപാട് കാരണം നമുക്ക് അത്ര ഒരിക്കലും നമുക്ക് അതേപോലെ പാടാൻ പറ്റത്തില്ല. മെലഡി വൈസ് സോങ് വാസ് ഓക്കെ, പക്ഷേ ഇതിന് വേണ്ടുന്ന ഒരു ആംബിയൻസ് അല്ല മോള് കൊടുത്തത്. ഒരു എനർജിയോടെ പാടണം. എന്താണ് നമ്മുടെ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് വരട്ടെ. Bijibal and Anup Shankar's costume sponsored by Status, Safalim Complex, Palayam, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.